ഹായ്, ഞാൻ ഗൗരി. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സിൽ ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു. 24th വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ടുമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നത്. ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും. സോ അതാണ് സംഭവം. പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ്. അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഉപ്പുമുളക് താരങ്ങൾക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നടത്തിയത് ഉപ്പുമുളക് താരത്തിലെ തന്നെ ഒരു പ്രമുഖ നടി തന്നെയായിരുന്നു. ഇതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിറഞ്ഞത്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയപ്പെട്ട പേര് ഗൗരിയുടെ തന്നെയായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഉപ്പുമുളക് എപ്പിസോഡിലെ ഒരു അവസാന ഭാഗങ്ങളിലൊന്ന് ഗൗരിയെ കാണാനില്ലായിരുന്നു. അപ്പം ഈ ഒരു പ്രമുഖ നടി ഇതിൽ നിന്ന് മാറിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ന്യൂസിൽ നമ്മൾ കേട്ടിരുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെയാണ് ഗൗരി ആയിരിക്കാം ഈ ഒരു പരാതി കൊടുത്തത്, അല്ലെങ്കിൽ ഗൗരി ആകാനാണ് സാധ്യത എന്നൊക്കെയായിരുന്നു പ്രേക്ഷകർക്കിടയിൽ സംശയമുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു പ്രമുഖ നടി താനല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഗൗരി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും അലിഗേഷൻസും കാര്യങ്ങളും ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥയിൽ ഗൗരി അല്ല എന്ന് ഗൗരി തന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു പ്രമുഖ നടിയുടെ ലിസ്റ്റിൽ നിന്ന് ഗൗരിയുടെ പേര് എന്തായാലും ഇപ്പം പ്രേക്ഷകർക്ക് നിസ്സംശയം മായ്ച്ചു കളയാം. കാരണം ഗൗരി അല്ല എന്നുള്ള കാര്യം ഗൗരി തന്നെ നേരിട്ട് പറയുകയാണ്. എന്നാൽ ഒരുപാട് കോൺട്രവേഴ്സീസ് കാര്യങ്ങളും ഈ ഗൗരിക്ക് നേരിടേണ്ടി വന്നു എന്നൊക്കെയുള്ള പറയുന്നു. കാരണം ഗൗരി ആണെന്നുള്ള രീതിയിൽ പലരും ഹെയ്റ്റ് ആയിട്ടുള്ള കുറേ ബാഡ് കമൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഗൗരി ഇതിനോട് പ്രതികരിച്ചത് തന്നെ. എന്തായാലും ഈ ഒരു ഉപ്പുമുളക് താരത്തിലെ ബിജു സോപാനം അതുപോലെ ശ്രീകുമാറിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പ്രേക്ഷകർക്കുള്ളത്. പ്രത്യേകിച്ച് ബിജു സോപാനത്തെ, നമ്മുടെ ബാലു, ഉപ്പുമുളകിലെ ബാലു എന്ന കഥാപാത്രം ചെയ്യുന്ന ആ ഒരു വ്യക്തിയോട് തന്നെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേക്ക് ന്യൂസ് ആണോ അതോ എന്താണെന്നുള്ള കാര്യം അറിയില്ല. കാരണം ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ഫേസ് അല്ലല്ലോ ഇവരുടെ പിന്നാമ്പുറത്തുള്ള ഫേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ കേസിൽ ഇനി എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും വരും. ഒരു അധിക നാളൊന്നും ഇരുന്ന് ഒളിച്ചു നിൽക്കത്തില്ല. പ്രമുഖ നടി ആരാണെന്നുള്ള കാര്യവും പുറമെ തന്നെ വരിക തന്നെ ചെയ്യും. പിന്നെ ഇതിനോട് എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. കാരണം ഇത്രയും അധികം ഈ ഒരു ന്യൂസ് വന്നിട്ട് പോലും ബാലു അതുപോലെ ശ്രീകുമാരോ ഇതിനോട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടില്ല. മേ ബി ചിലപ്പോൾ അവർ പബ്ലിക്കിൽ വരാത്തതായിരിക്കും. അണിയറയിൽ ചിലപ്പോൾ ഇതിന് പിറകെ അല്ലെങ്കിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് വരുന്ന സമയത്ത് തന്നെ അറിയാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്.